ഹലോ ഗൈസ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മഞ്ചാടി. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നറിയില്ല. പരിചയം ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ഒരു സൈഡ്, ഉണ്ടോ? ഒരു സൈഡ് നല്ല പോലെ പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ മുട്ട് വരുന്നുണ്ട്, മുട്ട് വന്ന് നിൽക്കുന്നുണ്ട്, കണ്ടോ? ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇതെന്ത് ചെടിയാണെന്ന് മനസ്സിലായോ? മനസ്സിലാവുന്നവർക്കും ആവാത്തവർക്കും ഇത് കാണിച്ചു തരാം. ഇതാണ് മഞ്ചാടിക്കുരു. ഇവിടെ ഒരുപാട് മഞ്ചാടികൾ പൊട്ടി വിരിഞ്ഞിട്ടുണ്ട്, കണ്ടോ? മഞ്ചാടിയുടെ പച്ച കായ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പച്ചക്കായ, കണ്ടോ? ഇത് പൊട്ടിയിട്ടാണ് മഞ്ചാടി ഉണ്ടാകുന്നത്. ഇതാണ് മഞ്ചാടിയുടെ കായ. ഈ പച്ചയുടെ ഉള്ളിൽ നമുക്ക് എന്താണെന്ന് നോക്കാം. മൂത്തതിന് ശേഷമാണോ കളറ് വരിക അത് നമുക്കറിയാൻ പറ്റും. മൂത്തിട്ടില്ല, ഉണ്ടോ? മൂത്തിട്ട് പച്ചയാണത്. ഇത് നമ്മള് മൂത്ത് പൊട്ടുമ്പോഴാണ് നമുക്ക് ഈ ഇതിലുണ്ടാവുന്നത്, കണ്ടോ? ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, കണ്ടോ? വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ഈ മരം, ശരിക്കും ഈ മരം കണ്ടാണെങ്കിൽ നമ്മൾ മുരിങ്ങയുടെ ഇലയുടെ ഷേപ്പൊക്കെ ഉണ്ട്, മുരിങ്ങ ഇലയുടെ ഷേപ്പായിട്ട്. ഇതല്ല, ഇതാണ് കേട്ടോ മഞ്ചാടിയുടെ മരം. വലിയൊരു മരമാണ്. ഇപ്പം ഒരുപാട് മുകളിൽ പൊട്ടി വിരിഞ്ഞിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ട് പൊട്ടി വിരിഞ്ഞ് നിൽക്കണം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് മഞ്ചാടിക്കൂട്ടം. കുട്ടികൾക്ക് കാർട്ടൂൺസിലൊക്കെ നമ്മൾ കാണാറില്ലേ മഞ്ചാടി എന്ന് പറഞ്ഞിട്ട്? അപ്പോൾ അതിൻ്റെ വിത്താണിത്. അപ്പോൾ കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കുക. താഴെ വീണിട്ടുണ്ട്, ഉണങ്ങിയ പുല്ലിൽ വീണെടുക്കണ കാരണം കാണാൻ പറ്റില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല കളറുമാണ്, കണ്ടോ? നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മഞ്ചാടിക്കുരു കണ്ടിട്ടുണ്ടല്ലേ? ഉരുളിയിൽ ഈ പാവം പിടിച്ച കുട്ടികൾ തന്നെ വികൃതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കുരു. പിന്നെ കാർട്ടൂൺസിൽ കുട്ടികൾക്ക് മഞ്ചാടി നമ്മൾ കാണിക്കാറില്ലേ? അപ്പോൾ അതിൻ്റെ കുരുവാണ് ഇതെന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ ചെടി, ഇതാണ് എൻ്റെ മരം. പൂവ്, കായ, വിത്ത് ഒക്കെ കാണിച്ചു കൊടുക്കുക പിള്ളേർക്ക്. അവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഇങ്ങനത്തെ കാണിച്ചു കൊടുക്കുക. അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പിള്ളേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.